ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഐഡിയ പോയി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഒരു ബിസിനസ്സിലെ ഐഡിയ വാലിഡേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ബിസിനസ്സിലെ ഐഡിയ വാലിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഐഡിയ വാലിഡേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തത് കുറച്ച് ഫാൻസി ബ്രാൻഡുകളിലായിരുന്നു. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി ഏകദേശം 5-8 ബ്രാൻഡുകളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1 by 1 ആയിട്ട് ഞാൻ ഓരോ ബ്രാൻഡുകൾക്കും വിളിച്ചു നോക്കി. 8ഓളം ബ്രാൻഡുകൾ അപ്രോച്ച് ചെയ്തിട്ടും വെറും 3 ബ്രാൻഡുകളാണ് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അവരിൽ നിന്ന് കിട്ടിയ നോളജ് ഈസ് ഹ്യൂജ്. ആ ബ്രാൻഡുകളിൽ നിന്ന് എനിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്രോച്ച് ചെയ്ത ബ്രാൻഡ് നല്ല പോസിറ്റീവ് റിവ്യൂസും ഗൂഗിളിൽ ലിസ്റ്റഡും ആണ്. പക്ഷേ അവർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല എന്നല്ല, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആക്റ്റീവ് അല്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റിയും എൻ്റെ ബിസിനസ്സും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ബ്രാൻഡ് ഏകദേശം 4-5 സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒരു മാസം നടത്തുന്നുണ്ടാവും. ആ ബ്രാൻഡിന് ഏകദേശം 20,000 മുതൽ 25,000 രൂപ വരെ ഒരു മാസത്തെ മാർക്കറ്റിംഗ് ക്യാമ്പയിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ അത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ? ആരും പോകരുതേ. ഞാനും ബോണസായിട്ട് ഒരു ചെറിയ ടിപ്പും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബിസിനസ് ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഐഡിയ പോയി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. പകരം ആ ഐഡിയ ഒന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അറിയാം ഇത് റൺ ചെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ.